കഴിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്തവർ കൂട്ടത്തിലുള്ളവരാകുന്നു. കർത്താവെ, വചനം വായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിന്റെ ആഴത്തിൽ കർത്താവെ ഞങ്ങൾ അറിയുവാൻ കർത്താവെ സ്തോത്രം. കർത്താവെ ആ വചനത്തിന്റെ ആഴത്തിൽ അറിഞ്ഞ് ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശമാക്കുവാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ. ഇവിടെ വായിച്ചത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. അപ്പം ഞാൻ ഇന്നലെ ഒക്കെ ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പം അത് അന്ത്യകാലം എന്നുള്ള വാക്ക് കൃപായുഗത്തെയാണ് പൗലോസ് വിശേഷിപ്പിക്കുന്നത്. അതിന് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ അത് പറയുന്നത്. ഇപ്പം കൃപായുഗത്തിൽ സംഭവിക്കാനുള്ള ചില കാര്യങ്ങളെയാണ് പൗലോസ് 2-ാം അധ്യായം മുതലുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് 19 കൂട്ടങ്ങളാണ്. സ്വസ്നേഹി മുതൽ ദ്രവ്യാഗ്രഹം വരെയുള്ള 19 കൂട്ടങ്ങളാണ്. അത് നമുക്കെല്ലാവർക്കും ഉള്ളതുമാണ്, മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണത്. ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നില്ല. അത് അങ്ങനെയുള്ള അതായത് മനുഷ്യരുടെ സ്വഭാവങ്ങളെല്ലാം അന്ത്യകാലത്ത് വെളിപ്പെടുമെന്ന് പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പം യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നു, പ്രിയമുള്ളവരെ, ഇത് അന്ത്യനാഴിക വന്നിരിക്കുന്നുവല്ലോ. അപ്പം പൗലോസ് ഇവിടെ അന്ത്യകാലം വിശേഷിപ്പിക്കുന്നു, യോഹന്നാൻ അവിടെ അന്ത്യനാഴിക ഉദ്ദേശിക്കുന്നു. 2 വാക്കിൻ്റെ ഇംഗ്ലീഷ് പദം സെയിം തന്നെയാണ്. എർലിയസ്റ്റ് ടൈംസ് അല്ലെങ്കിൽ ലാസ്റ്റ് ടൈംസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പം പിന്നെ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഭക്തിയുടെ വേഷം ധരിച്ച് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. പലർക്കും ഇപ്പം ഭയങ്കര ഭക്തിയാണ്. ആരോടും വിളിച്ചെന്നാലും ആരുണ്ട് എന്നാലും വലിയ ഭക്തിയെ അഭിനയിച്ചാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ശക്തി ഒരിക്കലും ആർക്കും അത് കൂടാൻ പറ്റത്തില്ല. അതങ്ങ് കുറഞ്ഞുകൊണ്ടെങ്കിലും പലർക്കും ഭക്തി കാണിച്ച് മറ്റുള്ളവരോട് വാത്സല്യം കാണിച്ച് എല്ലാം കഴിഞ്ഞ അവസാനം ഒരു ഭക്തിയുമില്ല. ഇങ്ങനെ ഭക്തി അങ്ങോട്ട് കാണിച്ച് അവസാനം നമ്മൾ അങ്ങ് പോവും. അവർ നമ്മളോട് ഭക്തിയൊന്നും കാണിക്കാതെ പോകും. അപ്പം ഭക്തി എന്ന് പറയുമ്പോൾ സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ഭക്തി എന്തുവാണ്? ജ്ഞാനമാണ്. അപ്പം ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനമാണ്. അപ്പം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇപ്പം അനേകം പാസ്റ്റർമാർ വലിയ മെസ്സേജൊക്കെ പറഞ്ഞ് തിയോളജി എല്ലാം കൂടെ വന്നിട്ട് ഗ്രീക്ക് പദമൊക്കെ എല്ലാം ഇട്ടേച്ച് എല്ലാം കൂടെ കുഴക്കുമ്പോൾ ഇത് താഴെ ഇരിക്കുന്നവർക്ക് പോലും മനസ്സിലാകത്തില്ല. എല്ലാവരും ചെന്ന് ഗ്ലോറി എന്ന് പറഞ്ഞു പോകും. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു സന്ദേശം എന്ന് പറയും. ഇപ്പം എന്താ തിയോളജി പഠിച്ച് ബൈബിൾ സ്കൂളിൽ പോയി ഇപ്പം എല്ലാവർക്കും പൊങ്കലുകളാണ്. അപ്പം അങ്ങനെയുള്ളവരെയാണ് പൗലോസ് പറയുന്നത് ഭക്തിയുടെ വേഷം ധരിച്ച്, അതായത് ജ്ഞാനം പറഞ്ഞ് പൊങ്ങുന്നവരാണെങ്കിലും അവരുടെ ആ സുവിശേഷത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സുവിശേഷം ഒരിക്കലും ഒരാളുടെ ഉള്ളിൽ അത് കാണാൻ പറ്റത്തില്ല. എല്ലാവർക്കും തിയോളജി പറയാൻ പറ്റുമെങ്കിലും ക്രിസ്തുവിനെ പറ്റി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരാണ് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി കൂടുകയും ചെയ്യുന്നത്. അല്ലാത്തവരാണെങ്കിൽ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി കുറയുകയാണ് ചെയ്യുന്നത്. അതാ പൗലോസ് ശക്തി ത്യജിച്ചു പോകുന്നു എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. അത് കേൾക്കുള്ള അദ്ദേഹങ്ങൾ നോക്കുമ്പോൾ പെണ്ണുങ്ങളെ സ്വാധീനിക്കുന്നതും അങ്ങനെയൊക്കെ ലോകത്തുണ്ട്. അത് ഞാൻ അതിലോട്ട് പോകുന്നില്ല. അപ്പം ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ഞാൻ അവസാനിക്കാം. ഇവിടെ പൗലോസ് പറയുന്ന പോലെ അന്ത്യകാലത്ത് സകലതും സംഭവിക്കുമെന്ന് അറിയേണ്ടതാണ്. സകലതും സംഭവിക്കാനുണ്ട്, സകലതും സംഭവിച്ചു കഴിഞ്ഞു. ഇനി സംഭവിക്കാനുള്ളതെല്ലാം പൗലോസ് അവിടെ പറയുന്നുണ്ട്. അന്തിക്രിസ്തു വെളിപ്പെടുവാൻ പോകുന്ന കാലമാണെന്നും യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. അന്ത്യനാഴികയാകുന്നു, അത് അന്തിക്രിസ്തു വെളിപ്പെടുവാനുള്ള കാലമാണ്. അപ്പം ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൽ തികഞ്ഞ് ക്രിസ്തുവിൽ കൂടി നടന്ന് അവൻ്റെ ആത്മീയ വർധന പ്രാപിച്ച് പോകുന്നവരായി തീരണമെന്ന് എല്ലാവരും ഒരുങ്ങിയിരിക്കേണ്ട ഒരു കാലമാണിത്. അശ്വരമാണ് ഈ ലോകത്ത്, വളരെ ലൗകികമായ ലോകത്ത് എന്താ പറയുക, ഇപ്പോൾ AI വരാൻ പോകുന്ന ഒരു കാലഘട്ടം വരാൻ പോകും. അപ്പം
ലൗകികമായ മനുഷ്യരിപ്പം പ്രയത്നം കൊടുക്കുന്ന ഒരു ഒരു സംഭവങ്ങളെല്ലാം ഇപ്പം ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ആ ഒരു നശ്വരമായ ലോകത്ത് കാണുന്ന കാര്യങ്ങളല്ല കാര്യം, കാണാത്ത കാര്യങ്ങളാണ് നിത്യം. ആ കാണാത്ത കാര്യങ്ങളാണ് നിത്യമെങ്കിൽ അതിനെ നോക്കി വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഓടുവാൻ ദൈവം നമുക്ക് ആ ഒരു എന്താ പറയുക, അങ്ങനെയുള്ളത് നമുക്ക് നൽകണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതുമായ യേശുവിനെ നോക്കി പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ആ മുറുകെ പിടിച്ചുകൊണ്ട് സ്വീകാരം പിടിച്ചുകൊള്ളുക. വിശ്വാസത്തിന്റെ നായകനാകുന്ന ക്രിസ്തു വാനമേഘങ്ങളിൽ വന്ന് അതിനെ ചേർപ്പാൻ കർത്താവ് വേഗം വരുന്നു എന്നുള്ളത് വിശ്വാസം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ തികയുക, ക്രിസ്തുവിൽ നടക്കുക, അവൻ്റെ നടപ്പിൽ എല്ലാവരും അവനെ പോലെയാകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഭജനമാതിയെ മേഖലയിൽ മാറട്ടെ. ഇവനിന്റെ അകത്ത് ഒരു പ്രസംഗം കിടക്കുകയാണ് അല്ലേ? ചെറിയ മടിയൊക്കെ ഒന്ന് തള്ളി കുന്തിയൊക്കെ കൊടുക്കുമ്പോൾ ചാർജായി. അപ്പൊ ഇന്നത്തോടുകൂടി അതിനെ ശാസിക്കാൻ പറ്റും. ഏത് വേദിയിലും 10 മിനിറ്റ് കൊടുത്താൽ ഉടനെ വചനം സംസാരിക്കാനുള്ള കൃപ ദൈവം കുഞ്ഞിന് കൊടുക്കട്ടെ. അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് തിരിഞ്ഞു എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തോത്രം ചെയ്ത യേശുവിന്റെ നാമത്തിൽ നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ധന്യ നിമിഷത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അവൻ ബാലൻ നടക്കേണ്ടതിന് വഴി അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും വിട്ടുമാറുകയെന്ന വചനപ്രകാരം ഇവന്റെ ബാല്യം മുതൽ ഈ കുഞ്ഞ് അഭ്യസിപ്പിച്ചതായ, ഇവൻ പഠിച്ചതായ, ഇവന്റെ ഉള്ളിൽ ദൈവം പകർന്നതായ ആത്മീയമായ ചില വെളിപ്പാടുകളും വചനത്തിൻ്റെതായ വാതിലും ആത്മീയ ശുശ്രൂഷകളും ഈ പൈതന്റെ മേൽ ദൈവത്താൽ ദൈവം പകർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശക്തമായി ക്രിസ്തുയേശുവിന്റെ ഒരു നല്ല പഠനായി ചേർത്തവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നീയോ തിമോഥെയോസേ